ചാലക്കുടിയിലിറങ്ങി പുലിയെ മയക്കുവെടിവെക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും കളക്ടർ. തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാടിന് ആയിരങ്ങൾ സാക്ഷിയായി. ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പൂരത്തിന് ഇന്ന് രാത്രി കൊടിയേറും. കൂടൻമാണിക്യ ക്ഷേത്രത്തിലെ കഴകപ്രവൃത്തിയിൽ നിന്നും ബാലു രാജിവെച്ച പശ്ചാത്തലത്തിൽ ദേവസ്വം നാളെ യോഗം ചേരും. പുതിയ ആളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് കൈമാറും. ചാവക്കാട് ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾക്കിടെ ക്രെയിൻ പാലത്തിന്റെ മുകളിൽ നിന്ന് വീണു. ആളപായമില്ല. പറപ്പൂർ സെന്ററിൽ ടെമ്പോ ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില മുന്നേറുന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 68,480 രൂപയായി. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടി കാടുകുറ്റി പ്രദേശങ്ങളിൽ അടിക്കടി സാന്നിധ്യമുള്ള പുലിയെ പിടികൂടുന്ന ദൌത്യം ജില്ലാ ഭരണകൂടം ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പുലിഭീതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചാലക്കുടി ടൗൺ ഹാളിൽ വിളിച്ചുചേർത്ത ജനപ്രതിനിധി ഉദ്യോഗസ്ഥ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും ഇതുവരെ ചെയ്ത നടപടികളും ഇനി എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ നിലവിൽ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ചലഞ്ചായിട്ടുള്ളത്. അപ്പം കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് പക്മാക്സും മറ്റേ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കൃത്യമായിട്ട് എവിടെയാണെന്നുള്ളത് ഇപ്പോഴും ഫൈനലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഒരുപാട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണുള്ളതെന്നുള്ള. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായിട്ട് ആദ്യത്തെ കടമ എന്നുള്ളത് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. CCTV ട്രാപ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. 100 നമ്മുടെ അടുത്തുള്ളത്. 69 നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ പുലിയെ കണ്ടെത്തിയാൽ മയക്കുവെടി വയ്ക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി വൈൽഡ് ലൈഫ് ഓഫീസർമാരെ കൂടി ദൌത്യ സംഘത്തിൽ ഉൾപ്പെടുത്തും. പുലിയെ മയക്കുവെടി വെക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. സ്വകാര്യ വ്യക്തികളുടെ നിരീക്ഷണ ക്യാമറകളിലും ചാലക്കുടി പുഴയുടെ ഇരുതീരങ്ങളിൽ നിന്ന് ലഭിച്ച കാൽപ്പാടുകളിലും ഒരു പുലിയുടെ സാന്നിധ്യമാണ് വ്യക്തമായിട്ടുള്ളത്. കൂടുതൽ പുലികൾ ഉണ്ടെന്ന സമൂഹമാധ്യമ വാർത്തകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് കളക്ടർ പറഞ്ഞു. നിലവിൽ 69 ക്യാമറകൾ സ്ഥാപിച്ചു. ഇതുകൂടാതെ 20 CCTV ക്യാമറകളും സ്ഥാപിക്കും. 2 ഡിവിഷൻ പരിധികളിലായി 45 RRT സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും. ദൌത്യം അവസാനിക്കുന്നതുവരെ ക്യാമറകളും കൂടുവച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ പൊതുജനങ്ങൾ പോകരുതെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PC ബിജു, MS സുനിത, DFOമാരായ R ലക്ഷ്മി, വെങ്കിടേശൻ, ചാലക്കുടി DVSP K സുമേഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാടിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഉച്ചയ്ക്ക് 1:10-നും 2-നും മധ്യേയാണ് പുറപ്പാട് ചടങ്ങുകൾ നടന്നത്. ഊരായ്മക്കാർ കുളിച്ച് മണ്ഡപത്തിലെത്തി തേവരെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകിയതോടെ തൃക്കോൽ ശാന്തി തേവരെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ നടന്നു. ശേഷം ഭഗവാനെ സേതുകുളത്തിൽ ആറാട്ടിനായി 5 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ചു. ആറാട്ടിനു ശേഷം തിരികെ പടിക്കൽ ആദ്യ പറ സ്വീകരിച്ച് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തേവർ തിരിച്ചെഴുന്നള്ളും. തുടർന്ന് ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം മണിക്കിണറിനരികിൽ ചെമ്പിൽ ആറാട്ട് നടക്കും. മകീരം പുറപ്പാടിനു ശേഷം തുടർന്നുള്ള ഒരാഴ്ച തേവർ തട്ടകത്തിൽ വിവിധയിടങ്ങളിൽ ആറാട്ടുകൾക്കും പറകൾക്കുമായി ഗ്രാമപ്രദക്ഷിണം നടത്തും. ആറാട്ടുപുഴ പൂരത്തിൽ തേവർ നെടുനായകത്വം വഹിക്കും. ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പൂരത്തിന് ഇന്ന് കൊടിയേറും. രാത്രി 8:30-ന് കൊടിയേറ്റം നടക്കും. ദേശക്കാരാണ് കൊടിയേറ്റുക. ദേശത്തെ ആചാര്യയുടെ നേതൃത്വത്തിൽ കവുങ്ങ് മുറിച്ചു കൊണ്ടുവന്ന് ചെത്തി മിനുക്കി ഒന്നിടവിട്ട് ആലിലകളും മാവിലകളും ചാർത്തി കൊടിമരം അലങ്കരിക്കും. കൊടിക്കൂറ അലങ്കരിച്ച ശേഷമാണ് കൊടിമരം ഉയർത്തുക. ഈ മാസം 9-നാണ് ആറാട്ടുപുഴ പൂരം. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകപ്രവൃത്തിയിൽ നിന്നും ബാലു രാജിവെച്ച പശ്ചാത്തലത്തിൽ നാളെ കൂടൽമാണിക്യ ദേവസ്വം യോഗം ചേരും. ബാലുവിന്റെ രാജി സ്വീകരിക്കും.
ഒഴിവു വന്ന കഴക് പ്രവൃത്തിയിലേക്ക് പുതിയ ആളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് കൈമാറും. നിലവിലെ റാങ്ക് ലിസ്റ്റ് പ്രകാരം കഴക് പ്രവൃത്തിയിലേക്കുള്ള അടുത്ത നിയമനം സംവരണ അടിസ്ഥാനത്തിലാണ്. ഈഴവ സമുദായത്തിൽ നിന്നുള്ളയാൾക്കാണ് അടുത്ത അവസരവും ലഭിക്കുക. സംവരണ പ്രകാരം തസ്തികയിലേക്ക് നിയമിച്ചാൽ തന്ത്രിമാരുടെ പ്രതിഷേധമുണ്ടായേക്കാം. എന്നാൽ നിസ്സഹകരണം ഉൾപ്പെടെയുള്ള നടപടികളുമായി തന്ത്രിമാർ മുന്നോട്ടു പോയാൽ തന്ത്രിമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് കൂടൽമാണിക്യ ദേവസ്വത്തിന്റെ തീരുമാനം. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിനു സമീപം ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾക്കിടെ ക്രെയിൻ പാലത്തിന്റെ മുകളിൽ നിന്ന് വീണു. ക്രെയിൻ ഓപ്പറേറ്റർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലത്തിന്റെ സൈഡ് സ്ലാബ് സ്ഥാപിക്കുന്ന പണികൾ നടക്കുന്നതിനിടയിലാണ് അപകടം നടന്നത്. ഈ സമയം സർവീസ് റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. പറപ്പൂർ സെന്ററിൽ ടെമ്പോ ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ പറപ്പൂർ സ്വദേശി ചാലക്കൽ വീട്ടിൽ രവിജിത്തിനാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. തോളൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബൈക്കും അമല ഭാഗത്തുനിന്ന് വരികയായിരുന്ന ട്രാവലറും കൂട്ടിയിടിക്കുകയായിരുന്നു. പറപ്പൂർ ആക്ട്സ് പ്രവർത്തകർ ഗുരുതരമായി പരിക്കേറ്റ രവിജിത്തിനെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നു. പവന് 400 രൂപ കൂടി വർദ്ധിച്ചു. ഒരു പവൻ സ്വർണത്തിന്റെ വില 68,480 രൂപയായി. ഗ്രാമിന് 8,560 രൂപയാണ് വില. മൂന്ന് പീടികയിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു. മൂന്ന് പീടിക ബീച്ച് സ്വദേശി വളവത്ത് വീട്ടിൽ അജയനാണ് അമ്മ തങ്കയെ കുത്തി പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കൈത്തണ്ടയിൽ കുത്തേറ്റ തങ്ക എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താരങ്ങൾക്ക് ലഹരി കൈമാറിയെന്ന കഞ്ചാവ് കേസ് പ്രതി തസ്ലിമ സുൽത്താനയുടെ മൊഴിയിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക്. നടന്മാരായ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും എക്സൈസ് നോട്ടീസ് നൽകും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. താരങ്ങൾക്കൊപ്പം പലതവണ ലഹരി ഉപയോഗിച്ചതായി തസ്ലിമ മൊഴി നൽകിയെന്നാണ് വിവരം. തസ്ലിമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റ് എക്സൈസിന് ലഭിച്ചിരുന്നു. തസ്ലിമയ്ക്കായി എക്സൈസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ഇതേസമയം എക്സൈസിൽ ആരോപണം നടന്മാർ നിഷേധിച്ചു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ കറുത്ത തുണികൊണ്ട് കയ്യും വായും കെട്ടി പ്രതിഷേധിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധം എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കെ.എ. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. FHSTA ജില്ലാ ചെയർമാൻ PT കിറ്റോ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ NP ജാക്സൺ, കൺവീനർ CM അനന്തകൃഷ്ണൻ, ട്രഷറർ ലിൻഡോ വടക്കൻ, HSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മഹേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ചക്കം കണ്ടത്ത് റോഡരികിൽ ശുചിമുറി മാലിന്യം ഒഴുക്കാനെത്തിയ ലോറി ചെളിയിൽ താഴ്ന്നു. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ലോറി കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് ലോറി ചെളിയിൽ താഴ്ന്നത്. മേഖലയിൽ രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതായി നേരത്തെ പരാതി ഉണ്ടായിരുന്നു. മാലിന്യം ചക്കം കണ്ടം കായലിൽ പരന്ന് സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ എത്തുന്നതായും പരാതിയുണ്ട്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ചിറങ്ങര ഉള്ളാട്ടുക്കളം റോഡ് പൊളിച്ചിട്ടിട്ട് 1 മാസം പിന്നിടുന്നു. സ്ത്രീകളടക്കമുള്ള ഇരുചക്രവാഹന യാത്രികർക്ക് റോഡിലിട്ടിരിക്കുന്ന മെറ്റലുകളിൽ മറിഞ്ഞു വീണ് അപകടം സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ്. റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് BJP കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. BJP ചേലക്കര മണ്ഡലം സെക്രട്ടറി വിജിത് വാര്യർ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കേശവൻ, രതീഷ്, S. സന്തോഷ്, K. മുകേഷ് എന്നിവർ സംസാരിച്ചു. വളരെ ദുരിതമാണ്, യാത്ര വളരെ ദുരിതമാണ്. ഹെൽമെറ്റ് ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. ഹെൽമെറ്റ് ഉണ്ടിച്ചാലും ജീവൻ പോണ രീതിയിലാണ്. നിരന്തര അപകടങ്ങളുണ്ടാവും ഈ പ്രദേശത്ത്. നിരന്തരം വഴി യാത്രക്കാർ, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വീഴുന്നത്. എന്താണ്, കല്ലുകൾ അങ്ങനെയാണ് പൊങ്ങി നിൽക്കുന്നത്. എന്താണ്, പാറപ്രദേശമാണ്, കല്ലുകൾ അങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഈ ദുരിതയാത്രയ്ക്ക് എന്നാണ് ഒരു അറുതി ഉണ്ടാവുകയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ മായന്നൂർക്കാവിലെ താലപ്പൊലി ആവാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് പറ വരുന്നതാണ്.
അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ തൊട്ട പിന്നിലായിട്ട് ഒരു RMC ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ രോഗികൾക്കൊന്നും വരാൻ പറ്റാതെ ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരൊക്കെ കാണുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറയും. ഇന്ന രീതിയിലാണ് ഒരു ഓട്ടോറിക്ഷ ഈ ഭാഗത്തേക്ക് വിളിച്ചാൽ വരുന്നില്ല, ഇപ്പോൾ എന്തൊരു ആശുപത്രി കേസ് ഉണ്ടായാൽ രാത്രി പോലും ഒരു വണ്ടി വരാത്ത അവസ്ഥയാണ് എന്നൊക്കെ എല്ലാ ജനങ്ങളുടെ അടുത്ത് പറയും മെമ്പർ. പക്ഷെ അവരത് ആരും അത് ഒരു മുഖവിലയ്ക്ക് എടുത്തിട്ടുള്ളൊരു ഇത് ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ എന്താണ് ഇത് നടക്കാത്തതെന്ന് ജനങ്ങൾക്കൊന്ന് അറിയണം. കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനയുടെ 15ാം സംസ്ഥാന സമ്മേളനവും 11ാമത് സമൂഹ വിവാഹവും കുടുംബ സംഗമവും ശനിയാഴ്ച തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9 മുതൽ തൃശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സമൂഹ വിവാഹത്തിൽ 12 യുവതി യുവാക്കൾ വിവാഹിതരാകും. സമൂഹ വിവാഹവും കുടുംബ സംഗമവും റിട്ടയേർഡ് ജഡ്ജി B. കമാൽ പാഷയും സംസ്ഥാന സമ്മേളനം മുൻ മന്ത്രി VS സുനിൽകുമാറും ഉദ്ഘാടനം ചെയ്യും. വിവാഹ ചടങ്ങുകളിൽ വധൂവരന്മാരുടെ ബന്ധുക്കളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ 3000-ലധികം ആളുകൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനാ പ്രസിഡന്റ് ഷൈനി ഫ്രാങ്ക്, ജനറൽ സെക്രട്ടറി ഖാദർ നാട്ടിക, പ്രമോദ് ഏലപ്പുള്ളി, KC ശിവരാമൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ പാലയൂർ മഹാതീർത്ഥാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ 4-ന് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന ദിവ്യബലിക്കു ശേഷം മുഖ്യപദയാത്ര ആരംഭിക്കും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വല്ലൂരാന് പേപ്പൽ പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിക്കും. രാവിലെ 11-ന് മുഖ്യപദയാത്ര പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ സമാപിക്കും. 11 മേഖലാ പദയാത്രകളും 11 മണിയോടുകൂടി പാലയൂരിൽ എത്തിച്ചേരും. രണ്ടാം ഘട്ട പദയാത്ര പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ 3:30-ന് ആരംഭിക്കും. തുടർന്ന് വൈകിട്ട് 4:45-ന് നടക്കുന്ന പൊതുസമ്മേളനം സീറോ മലബാർ സഭ മേജർ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, പബ്ലിസിറ്റി കൺവീനർ ജോർജ് ചിറമൽ, ഫിനാൻസ് കൺവീനർ ജോജു മഞ്ഞില എന്നിവർ പങ്കെടുത്തു. ജവഹർ ബാൽ മഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഏകദിന ജില്ലാ ക്യാമ്പ് ശനിയാഴ്ച പുത്തൂർ പുഴയോരം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9-ന് ആരംഭിക്കുന്ന ജില്ലാ ക്യാമ്പ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 13-നും 18-നും ഇടയിൽ പ്രായമുള്ള 500ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജവഹർ ബാൽ മഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ സുരേഷ് K. കരുൺ, ജില്ലാ കോർഡിനേറ്റർമാരായ പണിക്കശ്ശേരി അനൂപ്, PL ജോസ് എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCCPA CGPAയിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ലോക്സഭയിൽ പാസാക്കിയ CCS പെൻഷൻ ബിൽ പിൻവലിക്കുക, പഴയ പെൻഷൻ നയം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TN വെങ്കടേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. CGPA സംസ്ഥാന സെക്രട്ടറി V. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് P. സുധാകരൻ, BSNL DOT ജില്ലാ സെക്രട്ടറി കൃഷ്ണൻകുട്ടി, AAPA സംസ്ഥാന സെക്രട്ടറി CA മജീദ്, AKBRF സംസ്ഥാന പ്രസിഡന്റ് N. സുരേഷ് എന്നിവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് അരങ്ങുണരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകാറുള്ളത് അലങ്കാരങ്ങളാണ്. തുണി കൊണ്ട് പൂക്കൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് വേലൂർ ഗ്രാമവാസികൾ. ഓരോ വർഷവും വ്യത്യസ്തമായ അലങ്കാരങ്ങളാണ് സംഘാടകർ നടത്താറുള്ളത്. ഇത്തവണ ഗ്രാമകം നാടകോത്സവ നഗരി അലങ്കരിക്കുന്നത് പല വർണ്ണത്തിലുള്ള പൂക്കൾ കൊണ്ടാണ്. കുട്ടികളും വനിതകളും ഉൾപ്പെടുന്ന സംഘങ്ങൾ പൂക്കൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 50,000-ന് മുകളിൽ പൂക്കൾ അലങ്കാരത്തിന് വേണ്ടിവരും. നാടകം കാണുവാനുള്ള ആവേശം പോലെ തന്നെ അലങ്കാര പണികളിലും പങ്കാളികളാവുകയാണ് നാട്ടുകാർ. ഈ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വേലൂർ തന്നെ പല ഭാഗങ്ങളിലെ അമ്മമാരും പെങ്ങന്മാരും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ അവരാണ് ഇതൊക്കെ വളരെ ആവേശപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ വർഷവും വ്യത്യസ്തമായ രീതിയിൽ അലങ്കരിക്കാറുണ്ട്. ഇപ്രാവശ്യം ഈ പൂക്കൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം സാരികൾ കൊണ്ടുള്ള അലങ്കാരമായിരുന്നു ഗ്രാമകത്തിൽ ഉപയോഗിച്ചത്. 3500-ൽ കൂടുതൽ സാരികളാണ് ഇതിന് ഉപയോഗിച്ചത്. വേലൂരിലെയും പരിസര ഗ്രാമങ്ങളിലെയും വീടുകളിൽ നിന്നാണ് സാരികൾ ശേഖരിച്ചത്. TCV എരുമപ്പെട്ടി. AITUC സന്നദ്ധ സേനയും ജനസേവാദളും സംയുക്തമായി രാസലഹരി വിരുദ്ധ കൂട്ടായ്മയും സന്ദേശയാത്രയും സംഘടിപ്പിച്ചു.
അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടന്ന സമാപന യോഗം AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം സെക്രട്ടറി PP സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരി ഉഷാദേവി മാരായിൽ, CC വിപിൻ ചന്ദ്രൻ, PS സുരേഷ് ബാബു, KK ശിവൻ, സുമാ ശിവൻ, PA ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയ CPM കോൺഗ്രസ് കൂട്ടുകെട്ടിനെതിരെ BJP കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. വടക്കാഞ്ചേരി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി നഗര കേന്ദ്രത്തിൽ സമാപിച്ചു. സമാപന സമ്മേളനം BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത ഉദ്ഘാടനം ചെയ്തു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ അധ്യക്ഷത വഹിച്ചു. BJP എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, BJP കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, BJP നേതാക്കളായ E ചന്ദ്രൻ, സുഭാഷ് പാക്കത്ത്, സുഭാഷ് ആദൂർ എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നീന്തൽ പരിശീലനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് K മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറി AV ജയപ്രകാശ്, എക്സൈസ് റേഞ്ച് പരിശീലകൻ ET രാജേഷ്, സംഘാടക സമിതി ചെയർമാൻ PN ഗോകുലൻ, സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അകമല പൊതുകുളത്തിലാണ് നീന്തൽ പരിശീലനം നടക്കുന്നത്. ലഹരിക്കെതിരെ ജനജാഗ്രത ഉയർത്തി BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ചാവക്കാട് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ചാവക്കാട് സെന്ററിൽ സമാപിച്ചു. OBC മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നൈറ്റ് മാർച്ചിന് ജനറൽ സെക്രട്ടറി പ്രതീഷ് അയനപ്പുള്ളി, ഗണേഷ് ശിവജി, വിനോദ് പണിക്കശ്ശേരി, വിനീത് കുറുപ്പശ്ശേരി, വിനോദ് പുന്ന, സുഗന്ധവേണി, ഒരുമനയൂർ മെമ്പർ സിന്ധു അശോകൻ, മിഥുൻ ഏങ്ങണ്ടിയൂർ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ടാലന്റ് ഡേ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ MK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് K ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് K ഗിരിജ, അധ്യാപികമാരായ C ജ്യോതി, ബീനാകുമാരി എന്നിവർ സംസാരിച്ചു. ആലത്തൂർ ALP സ്കൂളിൽ UKG കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് 8ാം വാർഡ് അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS സുനിൽ അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്കുള്ള ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം മുൻ പ്രധാന അധ്യാപകൻ NS സന്തോഷ് ബാബു നിർവഹിച്ചു. പ്രധാന അധ്യാപിക PM ജിൻസ, MPTA പ്രസിഡന്റ് സുമി ബൈജു, അധ്യാപകരായ TM ഷീബ, TR കൃഷ്ണപ്രിയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സർവീസ് പെൻഷൻകാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലപ്പള്ളി താലൂക്ക് ട്രഷറിക്ക് മുൻപിൽ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് AN ശശിധരൻ അധ്യക്ഷത വഹിച്ചു. CC വിൻസൻ, PL സണ്ണി, അബ്ദുൾ വഹാബ്, KA ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. എത്ര കൂട്ടണം, അതിനുശേഷം പെൻഷനുകാർക്ക് അവർ വിരമിക്കുമ്പോ ഏത് തസ്തികയിലായിരുന്നു അതനുസരിച്ച് അവർക്ക് എത്ര ശതമാനം കൂട്ടണമെന്ന് പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് സാന്റ് ജോയ്സ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റി ഡിജിറ്റൽ ആർക്കൈവ്സ് സംഘടിപ്പിച്ചു. ആർക്കൈവ്സിന്റെ പ്രകാശനം തീർത്ഥകേന്ദ്രം റെക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. എഡിറ്റർ പ്രൊഫസർ ED ജോൺ അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റിമാരായ OJ ഷാജൻ, പിയൂസ് പുലിക്കോട്ടിൽ, KJ വിൻസൻ, വിൽസൺ നീലങ്കാവിൽ, PRO റാഫി നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നാളെ വൈകിട്ട് കൊടിയേറും. ഉത്സവത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച ആരംഭിച്ച ദ്രവ്യകലശം നാളെ രാവിലെ നടക്കുന്ന ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപിക്കും.
ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രോത്സവത്തിന് കൊടിയേറും. തുടർന്ന് രാത്രി 8-ന് കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കർണശബദം കഥകളിയോടെ ക്ഷേത്രോത്സവ കലാപരിപാടികൾക്ക് തുടക്കമാകും. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് അയനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകും. കുന്നംകുളം നഗരസഭയുടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പയിനിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കുന്നംകുളം ACP CR സന്തോഷ്, SHO UK ഷാജഹാൻ, എക്സൈസ് കുന്നംകുളം റേഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ K മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. NRG വർക്കേഴ്സ് യൂണിയൻ താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൂലിക്കുടിശ്ശിക ഉടൻ നൽകുക, തൊഴിൽ ദിനം 200 ആക്കുക, വേതനം 600 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം NRG ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. MV മുകേഷ്, NA പീതാംബരൻ, രതി സുരേന്ദ്രൻ, സതി ജയചന്ദ്രൻ, സിജോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ എടത്തിരുത്തി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR ഹരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീദേവി ദിനേശ് അധ്യക്ഷയായി. സെക്രട്ടറി PH ബാബു, AV സതീഷ്, സുബൈദ അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി തെക്കുമുറി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം M ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷയായി. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PS പുരുഷോത്തമൻ, ദിവ്യ ഗിരീഷ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ UV ഗിരീഷ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബാൽ മണി, സുമന സുഗതൻ, സ്വപ്ന പ്രദീപ്, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ പ്രവർത്തനം തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ അധ്യക്ഷയായി. ജനപ്രതിനിധികളായ PM അബു, ശ്രീബിത ഷാജി, ലിസി വർഗീസ്, MP ശരത് കുമാർ, യുവജനക്ഷേമ ബോർഡ് ബ്ലോക്ക് കോർഡിനേറ്റർ ആഷിഖ് വലിയകത്ത്, കില റിസോഴ്സ് പേഴ്സൺ ജെന്നി ജോസഫ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത ബ്ലോക്ക് തല പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്ത പഞ്ചായത്തുകളിൽ വടക്കേക്കാട് പഞ്ചായത്തിന് പഞ്ചായത്ത് തല പുരസ്കാരം ലഭിച്ചു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വടക്കേക്കാട്, രാജ ആയുർവേദ റിസോർട്ട്, ഉദയ വായനശാല ഇരട്ടപ്പുഴ, കുന്നത്തൂർ റെസിഡൻസി പുന്നയൂർകുളം, ഒരുമനയൂർ ഹരിതകർമ്മസേന കൺസോർഷ്യം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി വടക്കേക്കാട് എന്നീ സ്ഥാപനങ്ങൾ പ്രത്യേക പ്രൊട്ടക്ഷൻ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, വടക്കേക്കാട് പ്രസിഡന്റ് നബീൽ, സെക്രട്ടറി CA വർഗീസ് എന്നിവരും സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. PK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. PV ഷാജി, KP ആലി, AR സുഗുണൻ, മിനി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല.
തൃത്തല്ലൂർ കടപ്പുറം LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷവും യാത്രയയപ്പും ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ തൃപ്രയാറിൽ അറിയിച്ചു. മുരളി പെരുന്നല്ലി MLA ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ഊണുമുറിയുടെ സമർപ്പണം മേയർ MK വർഗീസ് നിർവഹിക്കും. വാടാനപ്പള്ളി പഞ്ചായത്ത് അംഗം ഷബീർ അലി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ CS സജീഷ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം വൈസ് ചെയർമാൻ CS വിനോദൻ, പ്രധാന അധ്യാപിക TS രശ്മി, MPTA പ്രസിഡന്റ് അശ്വതി ഷാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തിരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഈ മാസം 8 മുതൽ 12 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സിറിൽ C. വള്ളൂർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള പോലീസ്, ഇന്ത്യൻ എയർഫോഴ്സ്, ഡൽഹി, ഇന്ത്യൻ ആർമി, CISF, റാഞ്ചി, കൊച്ചിൻ കസ്റ്റംസ്, ഇൻകം ടാക്സ് ചെന്നൈ എന്നീ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുക. ക്ലബ്ബ് ഭാരവാഹികളായ MR പ്രശോഭിതൻ, PR അശോകൻ, MR സുനിൽകുമാർ, സാൽ ഭാസ്കർ, സതീഷ് കാട്ടൂർ, പ്രജോദ് പണിക്കശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി PR ജോഷി അധ്യക്ഷത വഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ലൈബ്രറി താലൂക്ക് കൌൺസിൽ അംഗം KG സുഖദേവ്, PC രവി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടഞ്ചേരി തുമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വെളുത്ത ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. മഹാഗണപതി ഹോമം, നാമാർച്ചന, അന്നദാന വഴിപാട് എന്നിവ നടന്നു. ഷഷ്ടി ആഘോഷത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ ട്രഷറിക്ക് മുൻപിൽ ധർണ നടത്തി. മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ധർണ DCC സെക്രട്ടറി KB ജയറാം ഉദ്ഘാടനം ചെയ്തു. KA തോമസ്, NR അജിത് പ്രസാദ്, AT ആന്റോ, PM വിജയകുമാരി, MK വസുന്ധര, PN മോഹനൻ, PT പോൾ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റേഴ്സ് എടത്തിരുത്തിയിലെ മികച്ച കർഷകരായ പള്ളിപ്പറമ്പിൽ സിദ്ദിഖിന്റെ കൃഷിത്തോട്ടം സന്ദർശിച്ചു. SPC പ്രോജക്ടിന്റെ ഭാഗമായി കയ്പമംഗലം പോലീസിന്റെയും HSS ചന്ദ്രാപിന്നിയുടെയും നേതൃത്വത്തിൽ കൃഷിത്തോട്ടം സന്ദർശിച്ചു. പ്രധാന അധ്യാപകൻ KS കിരൺ, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,560 രൂപ, പവന് 68,480 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,422 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിലിറങ്ങിയ പുലിയെ മയക്കുവെടിവെക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും കളക്ടർ. തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന് ആയിരങ്ങൾ സാക്ഷിയായി. ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പൂരത്തിന് ഇന്ന് രാത്രി കൊടിയേറും. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തിയിൽ നിന്നും ബാലു രാജിവെച്ച പശ്ചാത്തലത്തിൽ ദേവസ്വം നാളെ യോഗം ചേരും. പുതിയ ആളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് കൈമാറും. ചാവക്കാട് ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾക്കിടെ ക്രെയിൻ പാലത്തിന്റെ മുകളിൽ നിന്ന് വീണു. ആളപായമില്ല. പറപ്പൂർ സെന്ററിൽ ടെമ്പോ ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില മുന്നേറുന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 68,480 രൂപയായി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.